അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കഞ്ഞിയാർ കഞ്ഞിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മള് തമിഴ്നാട് വരെ പോവാണ്. ഇപ്പൊ ചായ കുടിച്ചു. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 4 മണിയല്ലേ? 3:30-4 ആയപ്പോഴത്തേക്ക് നമ്മളെ കോട്ടയത്ത് നിന്ന് തിരിച്ചു. ഇപ്പൊ നമ്മൾ ഓൺ ദ വേ ആണ്. നമ്മള് രതീഷിനെ സുധീഷിനെ ഒക്കെ കഴിക്കാൻ കയറിയതാ. സുധീഷിനെ സതീഷിനെ കഴിക്കാൻ കയറിയാണ്. നമുക്കപ്പോ വണ്ടിയിലേക്ക് കയറാം. കമോൺ, കണ്ടോ, ഒറ്റ വീഡിയോ അങ്ങ് എടുത്താൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു ചായ? എങ്ങനെ ഉണ്ടായിരുന്നു ചായ? അടിപൊളി ചായയായിരുന്നു. അടിപൊളി ചായ ആയിരുന്നു. ഞങ്ങള് ചായക്ക് കടുപ്പം കൂട്ടാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി കാപ്പിക്ക് കടുപ്പം കൂട്ടിയിട്ട് ചായ നിർത്തത്തില്ലായിരിക്കും. എന്നാ ഓടിക്കോ. അയ്യോ, ഗൈസ് നല്ല തണുപ്പുണ്ട്. അതാ ഞാൻ ഈ ഫുൾ കൈയൊക്കെ ഇട്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ് ഗൈസ്. ഞങ്ങളുടെ പനോരമിക് സൺറൂഫ് അല്ല, അത് തന്നെ സൺറൂഫ് കണ്ടു ഗൈസ്. ഭയങ്കര ലക്ഷറി ലൈഫ്. കാശൊന്നും നോക്കില്ല, എടുത്തു അല്ലേ? ഒന്നും നോക്കിയില്ല. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതൊക്കെ സർപ്രൈസാണ്. ഞങ്ങൾ ഒറ്റ പോക്ക് അങ്ങ് പോവാണ്. ട്രിപ്പ് ഒറ്റ മൈൻഡ് അല്ലേ? സൺകിസ്റ്റ്. കുറച്ച് കഴിയുമ്പോ ഉച്ചയിൽ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ അടച്ചിടും. കൈയുടെ അറ്റൊക്കെ മരച്ച്. എടാ, നിനക്ക് കഴിക്കുന്നുണ്ട്. നീ മറ്റേ ഇത് സ്റ്റിക്ക് എടുത്ത് പിടിച്ചോട്ടോ. അതല്ല, അല്ല, കൈ വേദന എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പഴല്ല, കുറച്ചൊരു 10-20-30 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കൈ വേദന എടുത്ത് തുടങ്ങും. കണ്ടോ വ്യൂ ഒക്കെ കണ്ടോ ഗൈസ്? കാണിച്ചു കൊടുത്തേ. അത് തുറക്കാലോ. പിന്നെന്താ, കാശൊന്നും നോക്കാത്ത സാധനല്ലേ ഇത്? ഏതായിരുന്നു ഫോൺ തെറിച്ചു പോലെ ആണോ? നിറങ്ങനായി വിരിഞ്ഞതാ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ? അതെ. ഫോൺ പോയി കഴിഞ്ഞാൽ എന്റെ എംപ്ലോയ്മെന്റ് ഒക്കെ പോയി. മതി ഫോൺ അകത്തിരിക്കും. കേട്ട അതെ മതി. അങ്ങനെ ഞങ്ങള് വെളുപ്പിനെ പുറപ്പെട്ട എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിന്നെ സൺകിസ് നമ്മള് വെളുപ്പിനെ പുറപ്പെട്ട എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ ഒക്കെ ആദ്യം തന്നെ കവർ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒത്തിരി മടുപ്പില്ലാണ്ട് അങ്ങ് എത്താൻ പറ്റും. എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂട്ടുകാരൻ ഗൗതമന് ജോലി ഉള്ളത് കൊണ്ടും അവന് എന്നെ കള്ളം പറയുന്ന പോലെ കള്ളം പറയാൻ പറ്റാത്തത് കൊണ്ടും അവൻ വന്നില്ല. അതെ, ഞങ്ങളുടെ കൂട്ടുകാരൻ ഗൗതം മീൻസ് അപ്പൂസിന് ജോലി ഉള്ളത് കൊണ്ടും അവന് ലീവ് കിട്ടാറില്ല. പണിക്ക് പോയില്ലേ, കുടുംബം വഴിയാധാരാവുന്നോണ്ടും നമ്മൾ അപ്പൂസ് വന്നില്ല. ഇത് ഈ വ്യൂ ഇവിടെ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടുത്തെ മറ്റേ ഇത് കൊള്ളായിരുന്നടാ, പഴംപൊരി ഒക്കെ. എനിക്ക് സെറ്റ് നല്ല വ്യൂ അല്ലേ? ആ വ്യൂ നോക്ക്. പിന്നെ അല്ലല്ല, എന്താ, എനിക്ക് നിനക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കടി ഏതാ? എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ ഇതാട്ടോ, മറ്റേ നമ്മുടെ പത്തിരിയ, പൊരിച്ച പത്തിരി. അടിപൊളിയാ. നിങ്ങൾ ഒരു കടി പോലും കടിച്ചു നോക്കിയില്ലല്ലോ. സീൻസ് ആണ്. ആദ്യമേ ഒരു 3 പഴംപൊരി കയറ്റിയതുകൊണ്ട് ഗ്യാപ്പില്ലാത്തതുകൊണ്ട് വേണ്ടത്. അതെ, നിങ്ങൾക്ക് കഥ പറയുന്ന ഇഷ്ടമില്ലെങ്കിൽ കമന്റ് ചെയ്യും. കമന്റ് ചെയ്യും. അതെ, മറ്റേ സിനിമയിലല്ലേ എന്താണ് നെസ്ലിൻ മറ്റേ യൂട്യൂബറായിട്ട് അതേ കഥ. ആകെ 4-3-7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അത് കിട്ടിയടാ, നിന്നെ കിട്ടിയടാ. കോട്ട് ഓൺ 4K. എംബിഡിക്ക് കൊടുക്കടാ.
ഇവിടെ ഇങ്ങനെയാണ് ഇവിടുത്തെ റോഡ് ഇങ്ങനെ അല്ലേ? ഇവിടുത്തെ പേരെ കണ്ടു തുടങ്ങി അങ്ങനെ. പിന്നെ എത്ര എണ്ണത്തിനും കണ്ടു. അതാ അടുത്ത് നമ്പർ പ്ലേറ്റ് കിട്ടിയല്ലോ അല്ലേ? കിട്ടി എല്ലാത്തിനും പിടിപ്പിക്കാൻ നമ്മുടെ വ്ലോഗിന്റെ നമ്പർ പ്ലേറ്റ് വരാൻ ടൈറ്റില് കാണുന്ന നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെ സ്നേഹിക്കാൻ സാധ്യത. കുഴപ്പമില്ല. അങ്ങനെ കിട്ടിയായിരുന്നു അല്ലേ? നമുക്ക് ഇനി 3 മണിക്കൂറും കൂടെ എന്നാണ് പറയുന്നത്. പക്ഷെ 145 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ 3 മണിക്കൂറുണ്ട്. നമ്മൾ എവിടെ പോകുന്നത് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മൾ എത്തിയിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു പറയാം. ആ ക്ലൂ അതാണ് ക്ലൂ. കാണിച്ച ഈ സമയത്ത് കണ്ണാടിയുടെ കുഴപ്പമില്ല. രാത്രി കണ്ണാടി ഇടുന്ന ടീമാട്ടോ അത് ബാക്കിയിരിക്കുന്നത്. എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു ഇതില് ആദ്യമേ തന്നെ നിന്നെ ചടപ്പിക്കണമെന്ന് വെച്ചിട്ടാ ചോദിക്കായിരുന്നു. യാത്ര കണ്ണാടി ഇട്ടോണ്ടിരിക്കുന്നു വ്ളോഗില് മെയിൻ ആവാൻ വേണ്ടിട്ടാ. അതെ. പക്ഷെ നമ്മൾ അടിച്ചിറക്കി അവനെ. അവനിപ്പോ സിംഗിൾ ആണെന്ന് പറയാൻ പറഞ്ഞേ. റെഡി കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അക്കൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ടിൽ കേറിയിട്ട് നോക്കിയാൽ മതി. ഇൻസ്റ്റാഗ്രാമില് എവിടെയെങ്കിലും ടാഗ് ചെയ്തിട്ടുണ്ടാവും. മറ്റേ ബാക്കിൽ രാഘവ സെതിർത് എന്റെ തോള് കഴിച്ച് നിങ്ങൾ അവിടുന്ന് കാണാൻ പറ്റും. ഈ ഇങ്ങനെ ഇവിടെ കടലമ്മ കരഞ്ഞല്ലോ പെറ്റത്. അതാ അടിച്ചു വിളിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ റോഡൊന്നും ഏലമരക്കാറ്റിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞ്. ഓക്കെ ഗൈസ്, നമുക്ക് എന്നാലും അടുത്ത സ്റ്റോപ്പില് അടുത്ത ട്രിപ്പ് അതൊന്നും പറയണ്ട ഇപ്പം. ഞങ്ങക്ക് സർപ്രൈസാ. ഇവിടെ യു ടേൺ എടുക്കണേ വിജയ് ഫാൻസ് അസോസിയേഷന്റെ. അപ്പൊ ഗൈസ് ഞാനപ്പം എന്താ പറഞ്ഞെന്ന് അപ്പൊ അടുത്ത ഞങ്ങളുടെ നിർത്തലില് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും. പോട്ടെ ഓക്കെ ഗൈസ്. ഏതാ കോഴിയുടെ? അത് അടുത്ത് കാണിക്കാം. എന്റെ കൈ കാണിച്ചോളാം, ഞാൻ കാണിക്കാം. ഓക്കെ ബൈ. அப்போ ஹலோ கைஸ், நாம இன்னைக்கு வந்திருக்கிற இடம் தமிழ்நாடு தான். பிரேக்ஃபாஸ்ட் சாப்பிட போறேன். வாங்கோ, ஃப்ரெஷ்ஷா காஃபி பிரேக்ஃபாஸ்ட் எல்லாரும் வாங்கோ. ஆல்வேஸ் வெல்கம். ഗൈസ് നമ്മൾ ഇവിടെ കൂടുതലും ഞാൻ കണ്ടെടുത്തോളം ഇവിടെ വെജ് റെസ്റ്റോറന്റ് ആണ്. இங்க பொதுவா நான் கண்டு வர்றது வெஜ்ஜா உள்ள இது சவுட்டர்ல வெஜ்ஜா உள்ள ரெஸ்டாரண்ட் தான். இங்க ரெஸ்டாரண்ட் அவனோட போய் വാഷ്റൂം ഔട്ട്സൈഡ്. നമ്മളിപ്പോ അല്ല വെളിയില് ബാത്റൂമിലാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഐ ലവ് ടെമ്പിൾ സിറ്റി. അത് നോക്ക്, അവിടെയാണ് നമ്മളിപ്പോ വന്നത്. ടെമ്പിൾ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താ നമ്മള് കഴിക്കാൻ പോകുന്നത്? പ്രോട്ടീനുള്ള മസാല ദോശ. വെജ് പ്രോട്ടീനുള്ള മസാല ദോശ കഴിക്കാൻ പോകും. എവിടെ ഈ അകത്തിരിക്കണോ? AC ഫൈൻ ഡൈനിങ് ഉണ്ട്. എന്നാ എവിടേക്കാ?
ഞാൻ ഇവിടെ ഇരിക്കാം. നീ അവിടെ ഇരി, നീ അവിടെ ഇരി. ഒന്ന് പോസാക്കി. അപ്പൊ ഗൈസ് നമ്മുടെ ദോശ വന്നു. സെറ്റ് സാധനം. അതെ, ഇത് പ്ലെയിൻ ദോശ, അത് മസാല ദോശ, അത് പൊടി ദോശ. അത് 3 പേർക്കും അവിടെ വെച്ചു. ഇവിടെ വെച്ചാൽ മതി. ഗൈസ് ഈ സാധനം അടിപൊളി സാധനമാണ്. ഞാൻ ഇതിനു മുന്നേ കഴിച്ചിട്ടുണ്ട്. വേണം കഴിക്കാം. ഇത് അവസാനം കഴിക്കാം. ഇതിന്റെ ഒരു ബൈറ്റ്. ഇത് തക്കാളി ചട്നി. മധുരല്ലേ, അവസാനം കഴിക്കാം. കൊള്ളാം, നല്ല മധുരമുണ്ട്. ഫുഡ് അടിപൊളി. ഇത് നല്ല സ്പൈസി. ബെന്ന് ക്യാമറ വേറെ എവിടെയാണ്ടും എന്നെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. സൂപ്പർ. പെട്ടെന്ന് റിവ്യൂ പറഞ്ഞാൽ എനിക്ക് കഴിക്കണം. എന്നാ ഗൈസ്, ബെന്നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മള് കഴിച്ചിട്ട് വിളിക്കാം. ഓക്കെ, നമ്മള് കഴിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അകത്തെ നമ്മുടെ നാടല്ലാത്തോണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു തൊലിക്കട്ടിയുടെ അല്ല, ഒരു ധൈര്യക്കുറവ്. ആവശ്യത്തിനുള്ള ധൈര്യമൊക്കെ, പക്ഷെ തൊലിക്കട്ടിയൊക്കെ ഉണ്ട്. നമ്മുടെ നാടല്ലാത്തോണ്ട് നമുക്കൊരു പാട്. ഇതെന്താ അറിയോ? ഇതാണ് സ്വീറ്റ് പാൻ. പാനാണോ പാനാ? പാൻ മുറുക്കാനല്ല ഇത് മധുരം. ഇത് തിന്നാൻ പറ്റും. അത് തുപ്പണ്ട. മമ്മിക്ക് ഞാൻ പറഞ്ഞു, മമ്മി ഇവൻ മുറുക്കം എവിടെ വന്നിട്ട് മറ്റേ ചവയ്ക്കുന്ന അരയ്ക്കുന്നൊക്കെ സൗണ്ട്. പെട്ടെന്നൊന്ന് കഴിക്കടിച്ച് അത് വീണ്ടും പോയി. ഇതെങ്ങനെ നാശി കയറിയാണല്ലോ. എവിടെ കയറിയാല് നാശി കയറത്തില്ലേ? ശ്വാസകോശത്തിൽ നിന്ന്. അത് തന്നെ നാശില്. അതേത് ഭാഷയാ? നാശി കയറാം. ഞങ്ങൾ വീട്ടിൽ പറയാം. ഞങ്ങളൊക്കെ മുറികേക്ക് വന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിഴുങ്ങി തീർത്തോ? തിന്ന് ചുമന്നോ? ചിരിച്ച ഒരു മൊഞ്ചുണ്ടാവൂല. ഇലയല്ലേ, പല്ലിന്റെ ഇടയൊക്കെ ചിരിച്ചു കഴിഞ്ഞാൽ എന്റെ ചിരിയുടെ സൗന്ദര്യമൊക്കെ പോകും. പിന്നെ അതായിരിക്കും ഞാൻ ചിരിക്കുമ്പോ എല്ലാവർക്കും ഓർമ്മ വരിക. നീ ഒരെണ്ണം നിന്ന് നോക്ക്. ഞാൻ എടുത്ത പിടിച്ചോ. ഞാൻ എടുക്കാൻ വീഡിയോ. ആ, ഇങ്ങോട്ട് തിരി. എന്നാ പിടിച്ചോ. എന്ത് വേലെന്നറിയോ? കെട്ട വേല കാണും. ഇവൻ വെറും പിഴച്ചവനാണ്. കണ്ട പാനൊക്കെ തങ്ങളത്തോണ്ട് ഇത് ഈ സുന എടുത്ത് ഇതും കൂടെ എടുത്ത് അകത്തോട്ട് എത്തുക.
ലൈഫിൽ ആദ്യമായിട്ടാണ് മുറുക്കാൻ ചവയ്ക്കുന്നത്. അപ്പൊ നമുക്ക് മുറുക്കിയിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും. മമ്മി എന്നോട് ക്ഷമിക്കണം, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും മുറുക്കത്തില്ല. ഇല്ലാത്തൊരു കാണുന്ന ഞാൻ ക്യാമറയുടെ പുറകെ വയ്ക്കുന്നവരാ. മമ്മി ഇത് അങ്ങനെ ഇതിന്റെ അകത്ത് വരുന്നു. മൈക്ക് അത് വേണ്ട. ഇതിന്റെ അകത്തുള്ള സാധനമാണ് ഇല, ടൂട്ടി ഫ്രൂട്ടി, തേന്. ഇത് നോക്കട്ടെ. ഉള്ളിലുണ്ട്. ഇത് കണ്ടോ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇതിന്റെ അതിരിക്കും. കണ്ടോ? കണ്ട് കഴിച്ചു. സേഫാ. മമ്മി ഇനി നാളെ വീട്ടിൽ കയറ്റിക്കോളൂ. അത് വേണോടാ. അതിലുള്ള ഇവൻ എന്തൊക്കെ എടുത്ത് കളയും. ഇവ ശരിക്കും മുറുക്കാറുണ്ടെന്ന് തോന്നുന്നു. ആവശ്യമില്ല സാധനം കണ്ടപ്പോഴത്തേക്ക് എടുത്ത് കളഞ്ഞ് മുറുക്കി ചൊമ്പിച്ചിട്ടേ ആ ഷർട്ടിലോട്ട് അങ്ങ് തേച്ച്. ഗൈസ് ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കണ്ടോട്ടെ ഒരു 10 സെക്കൻഡ് ഫ്രണ്ടിലേക്ക്. ഇവൻ ചവച്ചിന്നൊന്നും തീരത്തില്ല. ഞാൻ അതിലൊക്കെ തിന്നിറങ്ങിട്ട് ഇവൻ തിന്നു കഴിഞ്ഞിട്ടില്ല. എവിടെ പോയി ഇത് തുപ്പിക്കളയുന്നു. ആകെ വാളിപ്പായി. പക്ഷെ തിന്നപ്പോ വയറിനൊരു സുഖമുണ്ട് കേട്ടോ. ഒരു തണുപ്പ്. എന്താ പാനോ നല്ല ചവയ വെക്കുന്നുണ്ട് പിന്നെ. എങ്ങനെയുണ്ട്? മധുരം. പക്ഷെ ശരിക്കും പറഞ്ഞാല് അവിടെ നിന്നായിരുന്നുണ്ട് അവര് കുറച്ചുകൂടെ സാധനം ഇട്ട്. ഇത് ഇലയാ കൂടുതല്. നമ്മൾ അന്ന് കഴിച്ച ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. അതങ്ങ് വിഴുങ്ങിയാ മതി. ഭയങ്കര ആക്ടിങ്. നിനക്ക് ഞാൻ ഓസ്കാർ വാങ്ങിച്ചാലോ കേട്ടോ. എങ്ങനെ ഇനി എങ്ങനെ ഇന്റർവ്യൂ ആണ്? ഇന്റർവ്യൂ ഒന്നല്ല. അപ്പൊ അവൻ മെന്റലി പ്രിപ്പയർ ആകുന്ന നേരം നമുക്ക് തമിഴ്നാട് വിശേഷങ്ങൾ കാണാം. അത് നോക്കൂ. അതുണ്ടോ? എന്താണ്? തെങ്ങുകൾ, മലകൾ, ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വേണ്ട, റിസ്ക. ഹൈവേ അവിടെ സ്ഥലമില്ല. റോഡ് കഴിഞ്ഞാല് കണ്ടോ? കൊക്ക്, കനാല്. വാവ് അമേസിങ്. ഓ ഗൈസ്, എങ്ങനെയുണ്ടാ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡായിരുന്നു പറയാൻ. എനിക്കും നല്ല രസവട. രസവട അല്ല, തൈര് വടയല്ലേ? തൈർ വട. അത് സുഖമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും അങ്ങനല്ല അതിന്റെ ടേസ്റ്റ്. നമ്മൾ അന്ന് കഴിച്ചില്ലേ, അന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം അത് ലസ്സിക്കകത്ത് ഇട്ട പോലെ ഒരു സാധനമായിരുന്നു അത്. ഇത് പുളിയൊന്നും ഒരു സൈഡ് എടുക്കുമ്പോ പച്ചവെള്ളത്തിൽ മുക്കിയോ കട കഴിക്കുന്നവരുണ്ടായിരുന്നു. ഇത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്ക. എനിക്ക് അവസരം ശരിക്കും ഇനി നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണോ? മുക്കി വെക്കുക അല്ലേ? നല്ല സോഗിയായിട്ടിരിക്കുമല്ലോ. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കഴിച്ച മസാല ദോശ നല്ലതായിരുന്നു. എന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് കണ്ടിട്ടില്ലോ? കൂളിംഗ് ഗ്ലാസ് ഇട്ട ആഭാര ലുക്കാണ്. ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും. രണ്ടെണ്ണം മുറുക്കായിരുന്നല്ലേ? വേണ്ട, മറ്റേ ഇത് നെഞ്ചിരി. ശരിക്കും ദഹനത്തിന് നല്ലതാന്നൊക്കെയാ പറയുന്നത്. വെറ്റില ദഹനത്തിന് നല്ലതാണ്. അണ്ണന്മാരെ പോലെ കീറിയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് അത് പക്കാ മുറുക്കാനാ. മറ്റേ വെള്ള സാധനമൊക്കെ വെച്ചിട്ട്
നമ്മളിനി പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും, അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കും. പുതിയ പുതിയ പരിപാടികൾ പിടിക്കാൻ നമ്മള് ഇങ്ങോട്ട് അണ്ണന്മാരുടെ കൂടെ അങ്ങ് കൂടാൻ പോവാ. நாங்க இனிமே வந்து தமிழ் தான் பேசுவேன். இதனால வந்து உனக்காக ഞങ്ങളെ ടോളറേറ്റ് பண்ண முடிஞ்சால் முடியும். நான் இது சொல்லி ஆகணும். மீனாட்சி நீ வந்து அவ்வளவு அழகு. நீ ஓடிக்கிறது இருக்காது. இதுதான் மேனோட ஹைலைட். மேனோ அல்ல, மெயின் ஹைலைட். ഇത് வந்து നെക്സ്റ്റ് വ്ലോഗ് ഇറ്റ് സെൽഫ് നമ്മുടെ இங்கிலீஷ் അല്ല ഫുള്ള് വന്ന് തമിഴ് തെരിയില്ല അതിനാല് അതിനാല് എനിക്ക് നോർത്തിൽ പോയി കഴിയുമ്പോഴത്തേക്ക് തമിഴ് പറയും, തമിഴ്നാട്ടിൽ വന്നു കഴിയുമ്പോ ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം പറയും. அதனால நான் வந்து தமிழ் தான் பேசுவேன். உனக்கு வந்து நெக்ஸ்ட் வ்ளாக் செல்ஃப் தமிழ் தான் தெரியுது. ഞാൻ പിടിച്ചോളാം. நான் தோன்றது நீ பேசுறா தம்பி? வந்து பேச மலையாளம் பேசக்கூடாது. நான் பேசல. இல்ல வந்து இனிமே வந்து இது வந்து தமிழ்ல தான் கான்வர்சேஷன் நடப்பேன். அதுவா தமிழ் பேச முடியும் இல்லைன்னா ஆக்ஷன் பண்ணி அவ்வளவு. முடிஞ்சால் முன்னால் முடியாது தம்பி பரமசிவம். முடிஞ்சா பிடிக்கும். ഓക്കെ ഗൈസ്, അപ്പോ എവ്വളവുതാ അപ്പൊ നമുക്ക് അടുത്ത ഷോട്ടിൽ കാണാം. അപ്പൊ ഗൈസ് ഞങ്ങളുടെ ഇപ്പം ഏറെക്കുറെ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ഇനി സ്റ്റേ ചെയ്യാനുള്ള റൂം തപ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ട് അണ്ണനാണ്. അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ അടുത്ത ഹോട്ടലിലേക്ക് പോവാണ്. ഇന്നലെ രാത്രി ആർക്കും വീഡിയോ ഇതിന്റെ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരു മുഞ്ചി ഹോട്ടലായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് വേറൊരു ഹോട്ടലിലേക്ക് മാറുകയാണ്. ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. അതെ, നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ അണ്ണനെയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അതെ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. അവൻ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ പോകുന്നത് അതിന്റെ പേരെന്നായിരുന്നു? അല്ലല്ല, അങ്ങോട്ട് വന്നോളൂ. വന്നോളൂ. അതാണോ ഇന്നലെ പോയതോ? അപ്പം ഇത് ഞാൻ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പുതിയത് എടുക്കാം. ഇതിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെ, ഇതിന് മുന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇത് ഇടുകയുള്ളൂ. അപ്പൊ ഇത് എപ്പോഴത്തേക്ക് വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ എല്ലാരും കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതെ, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അങ്ങനെ കണ്ടോണ്ടിരുന്നാണ്ടല്ലോ വെറുതെ. അതെ, നമുക്ക് പനി വരും. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ എത്തുന്നത് ഇതില് ആഡ് ചെയ്യണോ അതോ പുതിയ എടുത്താൽ മതിയോ? പുതിയതായിട്ട് എടുക്കാം. എന്നാ അത് അടുത്ത വ്ലോഗില് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. എന്തിലേക്ക് കമന്റ് ചെയ്തോ. ഓക്കെ ഗൈസ്.